ട്രയോ പാട്ടഗേൾസിന് പകരം വേറൊരു സംഭവം അവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പം ഇത്തവണ നമ്മുടെ അനുമോളും നൂറയും ആദിലൊക്കെ കൂടി പറയുന്നുണ്ട്, നോമിനേഷനിൽ ഞങ്ങളെ മാത്രം ഇടാതെ ബോയ്സിനെയും കൂടി ഇടുക, എന്താ ഞങ്ങളെ മാത്രം ഇടുന്നേ, ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മെയിൽ ഷോവിനിസ്റ്റ് ആണ് ബിഗ് ബോസ്, ഇവിടെ ആണുങ്ങൾ മാത്രമേ ജയിക്കൂ, ആണുങ്ങൾ മാത്രമേ കപ്പ് തൂക്കുള്ളൂ. അതൊക്കെ ഒരുമാതിരി മാട്ട വർത്താനാണ്. ആണെന്നൊന്നുമില്ല, പെണ്ണ് നന്നായിട്ട് ഗെയിം കളിച്ചാൽ പെണ്ണ് തൂക്കും. ബോയ് ആണെങ്കിൽ ബോയ്, അല്ലാതെ ആണുങ്ങൾക്ക് മാത്രമാണ് ബിഗ് ബോസ് കപ്പ് എന്നൊന്നും പറയരുത്. അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ആരത് ഡിസേർവ് ചെയ്യുന്നു അവർ കപ്പ് എടുക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ പാട്ട ഗേൾസ് ഇന്ന് വന്ന് മുന്നിൽ നിന്നിട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ബോയ്സിനെയും കൂടി നോമിനേഷനിലിട്ട്, എന്താ ഞങ്ങളെ മാത്രം നല്ലത്. ഇതിൽ വേറൊരു സീൻ എന്താണെന്നറിയോ, അതിലെയോ നൂറയോ ആരെങ്കിലും ഒരാളെ തട്ടാനുള്ള ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ബിഗ് ബോസ് കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്, അതിന്റെ ഒരു വൈബ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കംഫർട്ട് സോൺ അല്ല, മാനസികമായിട്ട് എങ്ങനെയൊക്കെ പ്രാന്താക്കാം, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ ഗെയിം കളിച്ച് ജയിക്കാം എന്നുള്ളൊരു വൈബാണ് ബിഗ് ബോസ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്കും നൂറയ്ക്കും, അത് മാത്രമല്ല നൂറ കുറച്ച് ആക്റ്റീവ് കുറഞ്ഞോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അനുവിനാണെങ്കിലും 3 പേർക്കാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കുമോ എന്തോ. പക്ഷെ ആണുങ്ങള് നോമിനേഷനിൽ ഇട്ടാലും ഇവരാണ് പുറത്താവേണ്ടതെന്നുണ്ടെങ്കിൽ ഇവർ പുറത്താവില്ല. പക്ഷെ എന്നാലും അവർക്കൊരു ഒരു ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാൽ അവരെയും കൂടി എടുത്തിടുക, അത് അങ്ങനെയല്ലെന്ന് തെളിയിച്ചു കൊടുക്കുക. മെയിൽ ഷോവിനിസ്റ്റ് അല്ല, ആണുങ്ങളും പുറത്താവുന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്തവണത്തെ എവിക്ഷൻ നല്ല ഹെവി ടഫായിരിക്കും. അതിലെയോ നൂറയോ പുറത്ത് പോയാലുള്ളൊരവസ്ഥ. പിന്നെ ദേ ആർ ആക്ച്വലി മെച്യൂർ, ദേ ആർ ലൈക്ക് കഴിഞ്ഞൊരു പ്രാങ്കിൽ പോലും നൂറ നല്ല ഹെഡപ്പ് ചെയ്ത് സംസാരിച്ചു. പിന്നെ കയ്യലപ്പുറത്തെ തേങ്ങ പോലെയാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം.